നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഈമാൻ തെറ്റിയ ഒരു അംഗം ഉണ്ടാകരുത്. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അതാണ് പ്രശ്നം. നിങ്ങൾ നോക്ക് സഹോദരങ്ങളെ, നല്ല നിലക്ക് ജീവിച്ചിരുന്ന കുടുംബം, ആ കുടുംബത്തിലേക്കൊരു പുതിയ ആപ്പിള കയറി വന്നു. പുതുമാരൻ നല്ല സമ്പന്നനാണ്, പക്ഷേ അവനൊരു കുഴപ്പമുണ്ട്. നിസ്കാരമൊക്കെ കൃത്യമാണ് ഉസ്താദേ, നോമ്പൊക്കെ റെഡിയാണ്, ദാനധർമ്മം ചെയ്യാനും ഒരുക്കമാണ്, വിശ്വാസം വികലമാണ്. നഊദു ബില്ലാഹ്, അതിനേക്കാൾ വലിയ രോഗം വേറെയൊന്നില്ല. വിശ്വാസരംഗത്ത് വൈകല്യം സംഭവിച്ച ഒരു മെമ്പർ വന്നോ, ഘട്ടം ഘട്ടമായി അവന്റെ രോഗം മറ്റുള്ളവരിലേക്ക് ഗ്രസിക്കുന്നതിന്റെ മുമ്പ്, പടർന്നു പിടിക്കുന്നതിന്റെ മുമ്പ് ട്രീറ്റ്മെന്റ് ചെയ്യണം. അല്ലെങ്കിലോ ഘട്ടം ഘട്ടമായി ഓരോ കണ്ണിയായി കുടുംബത്തിലെ അംഗങ്ങൾ മുഴുവനും ഘട്ടം ഘട്ടമായി അവന്റെ വിദേഹത്തിലേക്ക് പോകും. വിദേഹത്തിലേക്ക് പോയി പിന്നത് കട്ടിയായി നിഫാഖായി മാറും. വിദേഹത്ത് കട്ടിയായി നിഫാഖായി മാറിയാൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ അത് കുഫറായി പോകും. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, വിദേഹത്തിന്റെ ചുവയുള്ള ഒരു മനുഷ്യൻ ഒരു കുടുംബത്തിലേക്ക് കയറിക്കൂടി ഘട്ടം ഘട്ടമായി ആ കുടുംബത്തിലെ മൗലിദ് നിർത്തി, സ്വലാത്ത് നിർത്തി, ബദർ ബൈത്ത് നിർത്തി, അസ്മാഉൽ ബദർ നിർത്തി, തബാറക ഓതുന്നത് നിർത്തി, ഇദാ വഖഅത്ത് ഓതുന്നത് നിർത്തി, ഹദ്ദാദ് ചൊല്ലുന്നത് നിർത്തി. പരിഷ്കാരങ്ങൾ മാത്രം ആ കുടുംബത്തിന്റെ ഓരോ കണ്ണികളിലും അയാള് താല്പര്യപ്പെടുത്തി. പരിഷ്കാരങ്ങളിൽ ആ കുടുംബത്തെ അയാൾ മുഴുവനും കൊണ്ടുപോയി ഇരുത്തി. ആ കുടുംബത്തിൽ ഒരുപാട് കാലം ഹദ്ദാദ് ചൊല്ലിയിരുന്ന ഉമ്മ ഈ ഒരു പുതിയ മെമ്പർ വന്നതോടെ അവന്റെ ജൽപ്പനങ്ങൾക്ക് കീഴിൽ പെട്ടുപോയിട്ട് ഹദ്ദാദ് റാത്തീബ് ഒഴിവാക്കി. സുബ്ഹാന മൻ ജല്ല ജലാലുഹു, എത്ര പരിശുദ്ധമായ ദിക്റുകളാണ് ഹദ്ദാദ് റാത്തീബിലുള്ളത്. ഹദ്ദാദ് റാത്തീബിലുള്ള ദിക്റുകളൊക്കെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതല്ലേ. വലിയ വലിയ പരിശുദ്ധമാർന്ന ദിക്റുകളല്ലേ അതിലുള്ളത്. സുബ്ഹാനല്ലാഹ്, എന്താണ് അയാളത് ഒഴിവാക്കാൻ പറയാൻ കാരണം? കുറെ കാലമായില്ലേ നിങ്ങളിത് ചൊല്ലുന്നത്, എന്നിട്ട് എന്താ നിങ്ങൾക്ക് നേട്ടം കിട്ടിയത്? ചോദിക്കുന്നു, ഉമ്മ നിങ്ങളെ അസുഖത്തിന് വല്ല മാറ്റമുണ്ടോ? നിങ്ങളെ അസുഖത്തിന് വല്ല കുറവുണ്ടോ? വല്ല പ്രശ്നങ്ങൾക്ക് വല്ല മാറ്റമുണ്ടോ? ഇവിടെ കുടുംബത്തിൽ എത്ര ആളുകൾക്ക് രോഗം വന്നത് മാറിയോ എന്ന സംശയങ്ങൾ ഇട്ടുകൊടുത്തുകൊണ്ട് ഘട്ടം ഘട്ടമായി അത് നിർത്തലാക്കുന്നു.